ശ്രീ പത്മനാഭൻ, ഞാൻ അതിനിടയിൽ ട്വിറ്റർ ഒന്ന് നോക്കുകയായിരുന്നു. MK സ്റ്റാലിൻ അല്പം മുൻപ് ഇട്ടൊരു പോസ്റ്റാണ്, ട്വിറ്ററിൽ ഇട്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ട്വീറ്റാണ്. ഇതുവരെയും CBI, ED, ഇൻകം ടാക്സ് റെയ്ഡ് ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആയുധങ്ങൾ, BJPയുടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആയുധങ്ങൾ. ഇപ്പോൾ അതിലേക്ക് പുതിയൊരു പേര് കൂടി കൂട്ടിയിണക്കുന്നു. അതായത് കാര്യമായൊന്നും കിട്ടാനില്ല, എന്നാൽ ഒന്ന് പേടിപ്പിച്ച് ഒന്ന് അസ്വസ്ഥത ഉണ്ടാക്കുക, മുന്നറിയിപ്പ് കൊടുക്കുക എന്നാണ് ഉദ്ദേശമെങ്കിൽ ഇനി മുതൽ ഇൻകം ടാക്സ് സർവേ എന്നായിരിക്കും BJPയുടെ രാഷ്ട്രീയ ആയുധ പ്രയോഗത്തിൻ്റെ പേര് എന്ന്. എന്തിനാണ് നമ്മുടെ എല്ലാ ഏജൻസികളെയും ഇങ്ങനെ രാഷ്ട്രീയത്തിന് വേണ്ടി രാഷ്ട്രീയമായി പേടിപ്പിക്കാൻ? രാഷ്ട്രീയ എതിരാളികൾക്ക് നേരെയൊക്കെ നേരത്തെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ വിദേശ മാധ്യമ സ്ഥാപനങ്ങളെ, രാജ്യത്ത് പ്രവർത്തിക്കുന്ന മാധ്യമ സ്ഥാപനങ്ങളെ ഒക്കെ ഭീഷണിപ്പെടുത്താൻ ഉപയോഗിക്കുന്നത് എന്തിനാണ്? അത് ശരി. അപ്പൊ നിങ്ങളൊക്കെ ഒരു ഗ്രൂപ്പാണല്ലേ? നിനക്ക് ഞാൻ ശരിക്ക് തരാം. കെ സ്റ്റാലിന്റെ ചപ്പടാച്ചിങ് കൊണ്ട് എന്റെ അടുത്തേക്ക് വരരുത്. MK സ്റ്റാലിൻ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു മുഖ്യമന്ത്രിയാണ്. നമ്മുടെ തൊട്ടയൽ സംസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലെ തന്നെ ഒരു വിഭാഗം ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരാളാണ്. അതെ, അത് തന്നെ പറയാനുള്ളൂ. നരേന്ദ്രമോദി ജനങ്ങളുടെ നേതാവാണ് എന്നതുപോലെ തന്നെ MK സ്റ്റാലിൻ ഒരു സംസ്ഥാനത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്ത നേതാവാണ്. പിന്നെ MK സ്റ്റാലിൻ പറഞ്ഞ ചപ്പടാച്ചി കൊണ്ട് വരണ്ടെന്ന് പറഞ്ഞാലോ? ഓടി വിളിച്ചു വന്നാണെന്ന് ഞാൻ പറഞ്ഞു. ഓടി പൊളിച്ച് വന്നതാണെന്ന് ഞാൻ പറഞ്ഞു. ശ്രീ പത്മനാഭൻ, നരേന്ദ്രമോദിയെ കുറിച്ച് ഞാൻ എന്തെങ്കിലും ഈ ചർച്ചയിൽ മോശമായി പറഞ്ഞു? നിങ്ങൾക്കിപ്പോൾ കേട്ട് അങ്ങനെ സംശയമാണോ? പറയുന്നതിന് മുൻപേ തന്നെ സംശയമാണോ? ശ്രീ പത്മനാഭൻ, ആണോ? കേൾക്കണോ? എവിടെ നിന്നെന്ന് പറഞ്ഞു അവതാര പുരുഷൻ എന്ന് BJP നേതാക്കളെന്ന് പറഞ്ഞു. ഞാൻ കാര്യം ചർച്ച ചെയ്യാം. അങ്ങനെയാണെങ്കിൽ കാര്യം തന്നെ ചർച്ച ചെയ്യും. താങ്കൾ പറഞ്ഞാൽ അങ്ങനെ ഇത്തരത്തിലുള്ള വാക്കുകളൊന്നും ഉപയോഗിച്ച് അത്തരത്തിൽ ജനനേതാക്കളായ ആളുകളെ ആരെയും നരേന്ദ്രമോദി ഓടി പൊളിച്ചു വന്നാണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണോ? നിങ്ങൾക്കിപ്പോൾ ഇത്തരത്തിലുള്ള സംശയ രോഗമാണോ? ആർക്കെതിരെയും ആരെങ്കിലും സംസാരിച്ചു തുടങ്ങുമ്പോഴേക്ക് ഇത് ഞങ്ങളുടെ പ്രധാനമന്ത്രിയെ മോശമായി സംസാരിക്കാനാണ്, നമ്മുടെ പ്രധാനമന്ത്രിയെ കുറിച്ച് ഇങ്ങനെ പറയാനാണ് എന്ന് തോന്നുന്ന സംശയ രോഗമാണോ BJP? അത്തരത്തിൽ മോശം വാക്കുകൾ ഉപയോഗിച്ചിട്ട് താങ്കൾ ഉത്തരം പറയണ്ട. ചോദ്യം ചോദിക്കാൻ നിൽക്കരുത്. If you don't have the patience to hear the answer. No. English വേണ്ട. ശ്രീ പത്മനാഭനും കാണിക്കണം. അങ്ങനെ ഒരു മുഖ്യമന്ത്രിയെ കുറിച്ച് പറയുമ്പോഴേക്ക് ഇത്തരം മോശം വാക്കുകൾ ഉപയോഗിച്ച് താങ്കൾക്ക് ഉത്തരം പറയാനാവില്ല. ജനാധിപത്യ മര്യാദ എല്ലാവർക്കും വേണ്ടതാണ്. അത് മര്യാദയല്ല. അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. മര്യാദയല്ല. മര്യാദ ഇങ്ങോട്ട് കാണിച്ചാൽ അങ്ങോട്ടും പാലിക്കും. ഈ ഇൻകം ടാക്സിന്റെ റെയ്ഡ് കണ്ടിട്ടൊന്നും BJPക്ക് ഒരു ചുക്കും സംഭവിക്കില്ല. ഒരു ചുക്കും BJPക്ക് സംഭവിക്കില്ല. BBC-യെ വേദനിപ്പിച്ചാലൊന്നും. കേന്ദ്ര സർക്കാർ BBC-ന്റെ ഓഫീസിൽ കയറിയാൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഞങ്ങൾക്ക് ഒരു ചുക്കും സംഭവിക്കില്ല. ഒരു ചുക്കും. നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പാണ് രാഷ്ട്രീയം, അതുകൊണ്ട് നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. ശരിയാണ്. ഞാൻ ചോദിക്കട്ടെ, വേണ്ടാന്ന് അമ്മത് കാണാന്ന് മാർച്ച് 2-ാം തീയതി കാണാന്ന്. മാർച്ച് 2-ാം തീയതി അതാണ് പറഞ്ഞത്. അത് അംഗീകരിക്കുന്നു. തെരഞ്ഞെടുപ്പാണ് നിങ്ങൾക്ക് രാഷ്ട്രീയം, രാഷ്ട്രം എല്ലാം നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പാണ്. നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. സത്യം. എന്താ സംശയം എന്താ? ഈ രാജ്യത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ വലിപ്പ ചെറുപ്പം നിശ്ചയിക്കുന്നത്, ജനപിന്തുണ നിശ്ചയിക്കുന്നത് തെരഞ്ഞെടുപ്പാണ്. ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചത് ജനപിന്തുണ നിശ്ചയിക്കുന്നത് അത്തരം കാര്യങ്ങളാണ്. കംപ്ലീറ്റ് fall from grace. It has invested at least 150 million pounds from the pension fund of 47,000 employees in Chinese state-owned COS, associate accused of links to human rights violations. ചൈനയിൽ പെൻഷൻ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത പാർട്ടിയാ BBC-യുടെ 47,000 ജീവനക്കാരുടെ പെൻഷൻ ഫണ്ട് ചൈനയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുക. ചൈനയുമായി സൗഹാർദ്ദത്തിലാണ് BBC. ഒരു ഇന്ത്യനെ നന്നാക്കാൻ മെനക്കെടുക. നമ്മുടെ രാജ്യത്തെ ആളുകളുടെ ഫണ്ട്, പെൻഷൻ ഫണ്ട്, LIC-യിലുള്ളത് അധികം പെൻഷൻ ഫണ്ട് ആണല്ലോ ശ്രീ പത്മനാഭൻ, അല്ലേ? താങ്കൾ ഇപ്പോൾ പെൻഷൻ ഫണ്ടൊക്കെ വലിയ വൈകാരിക വിഷയമായി പറഞ്ഞുകൊണ്ട് പറയുകയാണ്. നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ പെൻഷൻ ഫണ്ട് LIC-യിൽ കൊണ്ട് നിക്ഷേപിച്ചവരുണ്ട്. ആ LIC-യുടെ പണം എവിടെ നിക്ഷേപിക്കണം എന്ന് തീരുമാനിച്ചവരുണ്ട്. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ?
ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട്. കാശ്മീരിനെ ഇന്ത്യയിൽ നിന്നും വേർതിരിക്കാൻ വേണ്ടി പ്രവർത്തിച്ച ബുർഹാൻ വാനിയെ പറ്റി പറഞ്ഞത് കരിഷ്മാറ്റിക് യങ് മാൻ എന്നാണ്. കരിഷ്മാറ്റിക് യങ് മാൻ. നിങ്ങൾക്ക് BBC എന്ത് പറയണം എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാനാകില്ല. അതാണ് അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും. ശ്രീ പത്മനാഭൻ, അങ്ങനെയാണോ പറയേണ്ടത് എന്ന് നിങ്ങൾക്ക് രാഷ്ട്രീയ വിമർശനം ഉന്നയിക്കാം. ചോദ്യം ചോദിക്കുക, ഉത്തരം കേൾക്കാൻ ക്ഷമയില്ല. ഇത്തരത്തിൽ പറയുമ്പോൾ താങ്കളോട് തിരിച്ച് ചോദിക്കണ്ടേ? താങ്കൾ എന്തൊക്കെയാണ് പറഞ്ഞു പോകുന്നത്? പറയുന്നത് കേൾക്കാൻ ക്ഷമ കാണിക്കുക. അതാ പറഞ്ഞത്, എന്തൊക്കെയാണ് പറഞ്ഞു പോകുന്നത്? നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉത്തരം ഏത് ചോദ്യത്തിനാണ് താങ്കൾ ഉത്തരം പറയുന്നതെന്ന് വ്യക്തമാക്കും. അവതാര പുരുഷൻ ഞങ്ങൾ ഏത് ചോദ്യത്തിനാണ് ഉത്തരം പറയുന്നത് എന്ന് താങ്കൾ വ്യക്തമാക്കും. ജനപിന്തുണ നരേന്ദ്രമോദി എന്താ ഓട് പൊളിച്ചു വന്നതാ? നരേന്ദ്രമോദിക്ക് ജനപിന്തുണയില്ലെന്ന് ഞാൻ പറഞ്ഞു. യാസിൻ മാലിക്, നിങ്ങൾക്ക് ഇങ്ങനെ സംശയരോഗം തുടങ്ങിയാൽ നമുക്കൊന്നും ചെയ്യാനാവില്ല. ഇന്റർവ്യൂ, BBC ഇന്റർവ്യൂ യൂട്യൂബിലുണ്ട്, എടുത്തു നോക്കണം. യാസിൻ മാലിക്കിന്റെ ഇന്റർവ്യൂ BBCയിൽ, തീവ്രവാദി നേതാവായ യാസിൻ മാലിക്കിന്റെ ഇന്റർവ്യൂ. എന്താ യാസിൻ മാലിക് പറഞ്ഞത്? 4 എയർഫോഴ്സ് ജീവനക്കാരെ താങ്കളുടെ ചോദ്യം എന്തായിരുന്നു? താങ്കൾ നൽകുന്ന മറുപടി എന്തിനെ കുറിച്ചുള്ളതാണ്? വെടിവെച്ച് കൊന്ന യാസിൻ മാലിക്. ശ്രീ പത്മനാഭൻ, താങ്കളുടെ ചോദ്യം രാജ്യത്തെ അന്വേഷണ ഏജൻസികളെ ഇത്തരത്തിൽ രാഷ്ട്രീയ ആയുധമാക്കി വിശ്വാസ്യത നശിപ്പിക്കുന്നത് എന്തിനാണ് എന്നാണ്. താങ്കൾ എന്തിനാണ് മറുപടി പറയുന്നത്? ഇല്ലാത്ത ഭൂപടം നിരവധി തവണ പ്രസിദ്ധീകരിച്ചു. അപ്പോഴൊന്നും വിഷമില്ല. അപ്പോഴൊക്കെ വിഷമവും വിമർശനവും ഉണ്ടായ കഥയും ചരിത്രവുമല്ലേ താങ്കളടക്കം പറഞ്ഞത്? മഹത്വവൽക്കരിച്ചപ്പോ ഇല്ലാത്ത വിഷമം, ഇന്ത്യയുടെ ഭൂപടം കാശ്മീർ ഇല്ലാതെ കാണിച്ചപ്പോൾ അപ്പൊ ഇല്ലാത്ത വിഷമം ഇപ്പൊ എവിടുന്ന് കിട്ടി? ഈ രാജ്യത്തോടാണോ ഒപ്പമാണോ ഈ BBC അനുകൂലിക്കുന്നവർ? അതോ BBC എന്താ പറയാ, ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പ് ഉള്ള രാജ്യമാണ് സംവിധാനമാണ് BBC. പിന്നെന്താ, ഇന്ദിരാഗാന്ധിക്ക് നിരോധിക്കാം. ഒരു സംശയം ചോദിച്ചോട്ടെ, നിങ്ങൾ നിരോധിക്കൂ. നിയമവിരുദ്ധമായി ഈ രാജ്യത്ത് BBC ഇടപെടുന്നുണ്ടെങ്കിൽ നിരോധിക്കൂ. നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞ് നിരോധിക്കൂ. ഇങ്ങനെ ഒളിഞ്ഞും തെളിഞ്ഞുള്ള കളികൾ എന്തിനാണ്? ഈ രാജ്യത്തെ നിയമം പാലിക്കണം. ഈ രാജ്യത്തെ കച്ചവടം, ഈ രാജ്യത്തെ ഏത് നിയമമാണ് പാലിക്കാത്തതെന്ന് നിങ്ങൾ പറയൂ. ഏതാണെന്ന് പറയൂ. അങ്ങനെ ഒരു അവസരം വന്നാൽ, വേണ്ടി വന്നാൽ നിരോധിക്കും. ഏത് നിയമമാണ് BBC ഇപ്പോൾ ലംഘിച്ചിരിക്കുന്നത് എന്ന് പറയൂ. അഖണ്ഡതയ്ക്കുമെതിരെ പ്രവർത്തിക്കട്ടെ, അപ്പൊ വേണ്ടി വന്നാൽ നിരോധിക്കും. അപ്പോൾ ഇതുവരെ പ്രവർത്തിച്ചിട്ടില്ല. എന്താ പേടിയുണ്ടോ? അല്ലേ? ഇതുവരെ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനുമെതിരെ BBC പ്രവർത്തിച്ചിട്ടില്ല അല്ലേ ശ്രീ പത്മനാഭൻ? പിന്നെ പേടിപ്പിക്കുക. ബിരിയാണി പോലും ദഹിച്ചുപോയി. ആരെ പേടിപ്പിക്കും? നിങ്ങളല്ലേ പേടിപ്പിക്കുന്നത്? നിങ്ങളല്ലേ പേടിപ്പിക്കാൻ ശ്രമിക്കുന്നത്? എന്നിട്ട് ഇരുന്ന് പേടിപ്പിക്കുകയാണോ? സ്വയം ചോദിച്ചു. നിങ്ങൾക്ക് ശരിക്കും പേടിയാണോ ശ്രീ പത്മനാഭൻ? BBC എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേക്കും ലോകം മുഴുവൻ അതിനെ സീരിയസ് ആയി എടുക്കുന്നത് നിങ്ങൾക്ക് പേടിയാണോ? കിസാൻ സമ്മാൻ നിധി കൊടുക്കുന്നത് BBC അല്ല. പിന്നെ എന്താ വിഷമം? BBCയുടെ ചെലവിലാ. എന്താ വിഷമം? അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. എന്താണ് നിങ്ങളുടെ വിഷമം? നമ്മുടെ രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും എതിരായി BBC എന്തെങ്കിലും ചെയ്യട്ടെ, അപ്പോൾ നിരോധിക്കും എന്ന് താങ്കൾ പറഞ്ഞു അല്ലേ? താങ്കൾ BBC അല്ല പൊന്തിക്കുന്നത് ശ്രീ പത്മനാഭൻ, അഭിപ്രായ സ്വാതന്ത്ര്യത്തെയാണ്. നിങ്ങൾക്കത് വേണ്ടി വരില്ല. ഇമാതിരി വർത്താനം ഇവിടെ പറ്റില്ല കേട്ടോ ശ്രീ പത്മനാഭൻ. നിങ്ങൾക്ക് ചെലവിന് തരുന്നുണ്ടോ എന്നൊന്നും ആ ഭാഷയൊന്നും ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. താങ്കൾ അത് മനസ്സിലാക്കണം. ചർച്ചയിൽ പരസ്പര മര്യാദയോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനാണെങ്കിൽ സംസാരിക്കാം, അല്ലെങ്കിൽ താങ്കൾക്ക് നിർത്താം. നിങ്ങൾക്ക് എന്താ ചെലവിന് തരുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഒരു ജനാധിപത്യ ചർച്ചയിൽ വന്നിരുന്നിട്ട്. ഇതാണ് നിങ്ങളുടെ ഭാഷ ഇപ്പോൾ. എന്ത് ഭാഷയാണിത്? എന്ത് സംസാരമാണിത്? അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ, ജനാധിപത്യപരമായി സംസാരിക്കുമ്പോൾ ചപ്പടാച്ചിയും കൊണ്ട് വരണ്ട. നിങ്ങൾക്ക് ചെലവിന് തരുന്നുണ്ടോ എന്ന് പറയുകയാണ്. നിങ്ങൾക്ക് ഉത്തരം പറയാനില്ല, അതുകൊണ്ടാണ് ബഹളം വെക്കുന്നത്. അതെ, അതാണ് പോയിന്റ്. BRM ഷഫീർ, ഒന്നും സംഭവിക്കില്ല, അക്കാര്യത്തിൽ സംശയമില്ലല്ലോ. എന്ത് കാണിച്ചാലും എന്ത് പറഞ്ഞാലും, ഇനി BBC എന്ത് ചെയ്താലും, രാജ്യത്തെ മാധ്യമ സ്ഥാപനങ്ങളെ എന്ത് ചെയ്താലും ഒരു ചുക്കും സംഭവിക്കില്ല. സംശയമില്ലല്ലോ അക്കാര്യത്തിൽ. ഞങ്ങൾ ഉത്തരവാദിയല്ല. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.